ബെഡിൽ പാമ്പ്, ബാത്റൂമിൽ പാമ്പ്, മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ സമാധാനം ഉണ്ടല്ലോ, അത് ഈ ചെടികൾ ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ചെടികൾ ഉണ്ടായാൽ മാത്രമൊന്നുമല്ല പാമ്പ് വരിക, ചെടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാമ്പ് വരും. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാമ്പിനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങോട്ട് എങ്ങനെ എത്തും പാമ്പ് എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ പടി വെക്കൂല. അപ്പം മുന്നിൽ ഈ ആ ഒരു വാതിൽപ്പടി ഇല്ലാന്നുണ്ടെങ്കിൽ ഡോറിനടിയിൽ എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കൂടി ഒന്നും പാമ്പൊന്നും വരില്ല എന്നാണ് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. ഞങ്ങളെപ്പോലെ വീടിന് ചുറ്റും ഒരുപാട് ചെടികളൊക്കെ നട്ടു വളർത്താൻ ഇഷ്ടമുള്ള ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം ഇപ്പോൾ ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നില്ലേ, വീട്ടിനകത്ത് വെച്ച് പാമ്പ് കടിച്ചു, ബെഡിൽ പാമ്പ്, ബാത്റൂമിൽ പാമ്പ്, ബെഡ്റൂമിൽ പാമ്പ്, കിച്ചണിൽ പാമ്പ്, അങ്ങനെ ഒരുപാട് നമ്മൾ കുട്ടികൾ കളിക്കാനും മുറ്റത്ത് കളിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ വളർത്തുന്നവർക്ക് പ്രത്യേകിച്ചും ഒരുപാട് പേരുടെ ചീത്തയൊക്കെ കേൾക്കും. കാരണം ഈ ചെടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പാമ്പ് വരും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ പേടിപ്പിക്കും. അപ്പോൾ നമ്മളോട് ചെടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പേര് ഉപദേശിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചെടികളൊന്നും ഇല്ലാത്തൊരു വീട്, അകത്തും പുറത്തും ഒന്നും ഒരു ചെടികളും പച്ചപ്പും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വീടിനകത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, അതായത് ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ രാവിലെ എണീറ്റ് ജനലിൽ കൂടെ ഇങ്ങനെ ഈ ചെടികളൊക്കെ കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ സമാധാനം ഉണ്ടല്ലോ, അത് ഈ ചെടികൾ ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നമുക്ക് വളർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്നാലും ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകും. എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാകും, ഇതുപോലെ പാമ്പൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പാമ്പിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്, പാമ്പിനെ മാത്രമല്ല ഇതുപോലുള്ള ജീവികളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ചെടികൾ ഉണ്ടായാൽ മാത്രമൊന്നുമല്ല പാമ്പ് വരിക, ചെടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാമ്പ് വരും. ചെടികൾ ഉണ്ടാകുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ പാമ്പിന് വന്നിട്ട് ഒളിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് അവർ പറയണത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, നമ്മൾ എന്നും എല്ലായിടത്തും നമ്മളെ കണ്ണെത്തുന്ന രീതിയിൽ ശ്രദ്ധയോടെ വേണം എല്ലാതും മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങൾ ഈ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ചെടികളൊക്കെ, കലാത്തിയ ചെടികളൊക്കെ നമ്മൾ നട്ടിട്ടുള്ളത് ചട്ടിയിലാണ്. അതും വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചിങ്ങനെ വിട്ട് വെച്ച് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നട്ടു കൊടുത്തിരിക്കുകയാണ്. ഇത് നിലത്ത് നടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് മണ്ണിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വീടിനോട് ചേർന്ന് ചെടികളൊക്കെ നിലത്ത് നട്ടു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആകെ കാട് പിടിച്ച്, അതായത് ഈ ചെടികൾ മാത്രമല്ല ചെടികളുടെ ഇടയിൽ കുറേ കളയും പുല്ലൊക്കെ എന്തായാലും വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൈയിട്ടിട്ട് പുല്ലുവാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം അതിൻ്റെ അകത്ത് വല്ല ജീവികളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമുക്ക് കടി കിട്ടാനൊക്കെ സാധ്യത കൂടുതലല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഓരോന്നായിട്ട് എടുത്തിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഓരോ ചട്ടിയിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കളയൊക്കെ പറിച്ച് വീണ്ടും പിന്നീട് അങ്ങോട്ടേക്ക് തന്നെ അടുക്കി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ റൂട്ടൊക്കെ തറക്കുള്ളിലേക്ക് പോണ പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചട്ടി തിങ്ങി നിറഞ്ഞ് തൈകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് പിരിച്ച് വേറെ ചട്ടിയിലേക്ക് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ, ഇങ്ങനെ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന സമയത്ത്. പിന്നെ ഇതുപോലെ ഹൈറ്റ് വെക്കുന്ന ചെടികളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ജനലൊന്നും തുറന്നിടാണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ മെഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനലൊന്നും തുറന്നിടാണ്ടിരിക്കുക. കാരണം തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിൻ്റെ അകത്തുകൂടെ ജന്തുക്കളൊക്കെ കയറി വരാൻ സാധ്യത കൂടുതലല്ലേ. എനിക്ക് ഭയങ്കര പേടി കേട്ടോ, ഞാൻ തുറന്നിടൂല. ഇനിയിപ്പോൾ എത്ര ചൂടെടുത്താലും ഞാൻ ജനൽ തുറന്നിടുന്ന പരിപാടിയില്ല. ജനൽ തുറന്നിടണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെഷൊക്കെ അടിച്ചിട്ടേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ കുറേ ചെടികൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ ചെടികളൊക്കെ ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ പോട്ടിലല്ല നിലത്താണ് നട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ വന്ന ഈ പേൾ ഗ്രാസ് ഒക്കെ വളർന്ന് അതിൻ്റെ ഇടയിലേക്ക് പോയിന് കണ്ടില്ലേ, ചട്ടിയുടെ ഇടയിലേക്ക്. അതൊക്കെ നമുക്ക് പറിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൈ കൊണ്ടുപോണ്ടി വരും, അവിടെ ചെടികൾ നിലത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഒരു പേൾ ഗ്രാസിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? ഇത് ഉണങ്ങിയതൊന്നും അല്ല കേട്ടോ, ചൂട് കാരണം വെയിൽ നല്ലോണം അടിച്ചിട്ട് അതിൻ്റെ കുറേ ഇലകൾ ഇങ്ങനെ റെഡ് കളറായിട്ട് മാറിയതാണ്. അപ്പോൾ റെഡ് കളറാകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഉണങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്താ പറയുക, പ്രത്യേകിച്ച് ക്യാമറയിൽ കാണുമ്പോൾ കേട്ടോ. ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെയൊന്നും വലിയ പ്രശ്നമില്ല. ഇത് ഈ കലാത്തിയ വലിയ ഹൈറ്റ് വെക്കാത്ത ചെടിയാണ്. ഇനി എങ്ങാനും ഹൈറ്റ് വെച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെറിയ ചട്ടിയിലാട്ടോ നട്ടത്. ചെറിയ ചട്ടിയാകുമ്പോൾ എന്താ പറയുക, ഒരുപാട് വേര് അതിനകത്ത് വളരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കൂല. ഇതിപ്പോൾ ക്ഷീണിച്ച് നിൽക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനെ ഞങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ എന്നും ഓരോ ഏരിയ നമ്മൾ കവർ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ഉണങ്ങിയ ഇലകൾ, ചീഞ്ഞ ഇലകൾ, പഴുത്ത ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ചട്ടിയിലൊക്കെ വരുന്ന പുല്ലൊക്കെ നമ്മൾ കറക്റ്റ് പറിച്ച് കളയുക. പുല്ലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിലേക്ക് പാമ്പിനൊക്കെ കയറിപ്പോയി ഇരിക്കാൻ പറ്റുക. അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ക്ലീൻ ആക്കി ഇടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്നും നമ്മൾ എന്താ പറയുക, നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, നോക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, AC പൈപ്പാണ് കേട്ടോ. ഇത് നമ്മളെ ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള AC ഡ്രെയിനേജ് പൈപ്പാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇങ്ങനത്തെ പൈപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പൈപ്പിന് ഒരു ക്യാപ്പ് ഇട്ടിട്ടില്ലല്ലോ, ഇതിങ്ങനെ തുറന്ന് കിടക്കാം. ശരിക്കും അങ്ങനെ തുറന്ന് കിടക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. അപ്പോൾ ഇതിനി പൂട്ടണം. എന്തെങ്കിലും ഒരു നെറ്റ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടെങ്കിലും നമ്മൾ പൂട്ടി കൊടുക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇങ്ങനെ മാളം പോലെ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്ന് AC ഉള്ളിൽ നിന്നൊക്കെ പാമ്പിനെ പിടിക്കണേ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ ഡ്രെയിനേജ് ഹോളുകൾ എല്ലാം നിങ്ങൾ നെറ്റ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഐലൻഡ് കിച്ചൺ ഉണ്ടല്ലോ ഉള്ളിലല്ലേ. നമ്മൾ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർ, കിച്ചൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ചിമ്മിനി, ആ ചിമ്മിനിയുടെ പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ എൻഡാണ് കേട്ടോ. ആ 6 ഇഞ്ച് വീതിയുള്ള പൈപ്പാണ്. ആ പൈപ്പിൻ്റെ എൻഡിന് ക്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നെറ്റ് പോലത്തെ ക്യാപ്പ് ആ ഒരു അളവ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഈ പൈപ്പൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടിയും എലിയും അങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് താമസമാക്കും. നമ്മളെ സീലിങ്ങിൻ്റെ ഉള്ളിൽ താമസമാക്കും. പിന്നെ അവരെ പിടിക്കാൻ വേണ്ടി വേറെ ജീവികൾ, പാമ്പൊക്കെ വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളത് അടച്ചു കൊടുക്കണം. പിന്നെ ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ബോഗൻവില്ല കമ്പ് കുത്തി വെച്ചതാണ് കേട്ടോ. ബോഗൻവില്ല ഇങ്ങനെ കമ്പ് കുത്തി വെച്ചിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ഏത് കമ്പും പെട്ടെന്ന് ഒരു 80% സക്സസ് റേറ്റ് ആണ് കേട്ടോ ഉണ്ടാവുക. ഇതൊക്കെ കണ്ടോ, തൈകളൊക്കെ ഇലയൊക്കെ വന്ന് നല്ല ഉഷാറായി നിൽക്കണ, വെറും ഇലയൊന്നും ഇല്ലാത്ത കമ്പ് നമ്മൾ കുത്തി കൊടുത്തിട്ട് പുതിയ വന്ന ഇലകളാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ കുറേ മെത്തേഡൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ സക്സസ് ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഒരുപാട് കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൈബ്രിഡ് വരെ എന്താ പറയുക നന്നായിട്ട് വേര് പിടിച്ച് കിട്ടും കേട്ടോ. ഇത് പിന്നെ നമ്മൾ അടുക്കളയിൽ ഉള്ള അടുപ്പിൻ്റെ ചിമ്മിനിയാണ്. അതിങ്ങനെ ഒരു ഇഷ്ടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടുക്കളയിലുള്ള എക്സോസ്റ്റ് ഫാനാണ്. ഈ എക്സോസ്റ്റ് ഫാനിന് എന്താ പറയുക, ബാക്കിൽ ആ നെറ്റ് പോലൊരു സാധനം കണ്ടോ, കമ്പി വെച്ചിട്ട്. പക്ഷെ അത് നല്ല ഗ്യാപ്പ് ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ജീവികൾക്ക് കയറണം എന്ന് വിചാരിച്ചാൽ കയറിക്കൂടാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണത് അല്ലേ. അത്യാവശ്യം വീതിയുണ്ട്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കണത്. ഇങ്ങോട്ട് എങ്ങനെ എത്തും പാമ്പ് എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ ഊഹിച്ച് നോക്കൂട്ടോ, എങ്ങാനും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നാലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്നോട് പറയും അങ്ങോട്ടേക്കൊന്നും എത്തൂല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ ഈ പൈപ്പ് കൂടെ കയറി മറ്റേത് കൂടെ വന്ന് ആ ടെറസിൽ വന്ന് സൺഷെയ്ഡും വന്ന് ഇങ്ങോട്ട് ചാടി എന്നൊക്കെ പറയും ഞാൻ. ഇപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ വർക്കേരിയൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻ കേസ് വന്ന് പെട്ടാൽ ഡയറക്റ്റ് നമ്മളെ അടുക്കളയ്ക്ക് കയറിക്കൂടെ. അപ്പോൾ അടുക്കളയിൽ നമ്മളവിടെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കണതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറിക്കൂടിയാൽ പിന്നെ ഇവിടുത്തെ സ്റ്റോർ റൂമൊക്കെ ഓപ്പൺ ആണ്. എന്താ പറയുക, കിച്ചണും സ്റ്റോർ റൂം എല്ലാം ഓപ്പൺ, മൊത്തത്തിൽ വീട് ഓപ്പൺ സെറ്റപ്പാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തേക്കും എത്തിക്കോളും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ നെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ ചെടികളൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിൻ്റെ ഇടയിലൊക്കെ കാട് പിടിച്ച പോലെ പുല്ലൊക്കെ വരും. പക്ഷേ നമ്മളതൊക്കെ പറിച്ച് നമ്മൾ മീൻസ് ഞാനല്ല കേട്ടോ, ബാബുവിന് ചെയ്യാതൊക്കെ. അത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കും അത് ചെയ്യാൻ വയ്യെങ്കിൽ ആളെ വെച്ചിട്ടെങ്കിലും അത് ചെയ്യുക. ഇല്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചെയ്യുക. എന്നും ഒരു 1 hour 2 hour ഒക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒരു വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ക്ലീനാക്കി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് എപ്പോഴും പോയി കറങ്ങി വീടിന് ചുറ്റും പിന്നെ വന്നിട്ട് പിന്നെയും കറങ്ങി അങ്ങനെ പോയി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്ഷീണിക്കില്ല. നമുക്ക് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചിട്ട് പറിക്കാൻ നിന്നാൽ അപ്പോൾ നമുക്ക് പേടിയായിരിക്കും പറിക്കാൻ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ കുറേ ചെടികൾ ചട്ടിയിലാണ് കേട്ടോ വെക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ചട്ടിയോടുക്കനെ ഇങ്ങനെ അവിടുന്ന് മാറ്റി വെച്ചിട്ട് ആ സ്ഥലം അങ്ങോട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വീണ്ടും ചട്ടികൾ നമുക്ക് അങ്ങോട്ടേക്ക് അടുക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഈ ചട്ടികളുടെയൊക്കെ ഇടയിൽ നിങ്ങൾ കണ്ടോ, അങ്ങനെ കാട് പിടിച്ച് പുല്ലൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജീവികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വരൂല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതിപ്പോൾ ചെടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വരും. എല്ലാവരും പറയും ചെടി ഉണ്ടെങ്കിൽ വരും, ചെടി ഉണ്ടെങ്കിൽ മാത്രമൊന്നുമല്ല, നമ്മളിപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് വലിച്ചെറിഞ്ഞാലും വരുമല്ലോ. ഫുഡിൻ്റെ വേസ്റ്റ് നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ചാക്കിലിട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഈ ചെടികൾക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ ഒരു കലാത്തിയും എല്ലാ ചെടികളും നമ്മൾ മാക്സിമം ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതുപോലെ ക്ലീനിങ് മെയിൻ്റെനൻസ് ഒക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് അകത്തുള്ള കുറച്ച് ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അകത്തെ
അകത്തേക്ക് പാമ്പ് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കയറാൻ നേരത്താണ് നമ്മളെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കറണ്ട് ബില്ല് ഈ പ്രാവശ്യം 2314 രൂപയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം ചൂടാണ്, നമുക്ക് ഇത്രയും ബില്ലൊന്നും വരലില്ല. ചൂട് കാരണം നമ്മൾ കുറച്ചൊക്കെ AC ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഇത്രയും ചെടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം മോട്ടർ അടിക്കണം, അങ്ങനെ ടാങ്കിൽ നിറച്ച് എപ്പോഴും വെള്ളം വേണം, കാരണം ഇതൊക്കെ നനച്ചു കൊടുക്കണ്ടേ ഈ ചൂടത്ത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഞാനൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്തിക്കാണ്. ചെറിയൊരു ഗ്യാപ്പ് ഈ ഡോറിനടിയിലുണ്ട്. ഇതിൻ്റെ അടിയിൽ ശരിക്കും നമ്മൾ വീടിന് വാതിൽ വെക്കുമ്പോൾ, എസ്പെഷ്യലി ഫ്രണ്ട് ഡോർ, ബാക്ക് ഡോറിൽ നമ്മളെപ്പോഴും വാതിൽ കട്ടില വെക്കും, അതായത് വാതിൽ പടി വെക്കും. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ പടി വെക്കൂല. അപ്പം മുന്നിൽ ആ ഒരു വാതിൽ പടി ഇല്ലാന്നുണ്ടെങ്കിൽ ഡോറിനടിയിൽ എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കൂടി ഒന്നും പാമ്പൊന്നും വരില്ല എന്നാണ് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോസിലൊക്കെ ഓരോ പാമ്പിനൊക്കെ കുട്ടിയൊക്കെ മരിച്ച വീട്ടിലെ പാമ്പിനെയൊക്കെ കാണുമ്പോണ്ടല്ലോ, എത്ര ചെറുതാ, കുഞ്ഞിത്. ആ ചെറുതിനൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ കയറി വരാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര പേടി കേട്ടോ. പിന്നെ ഈ ചൂട് കാരണം എല്ലാവരും കൂടി ഏസിട്ടിട്ട് ഒരു റൂമിൽ കിടക്കും. അപ്പോൾ ഒരു റൂമിൽ കിടക്കുമ്പോൾ എന്തായാലും നിലത്തൊക്കെ നമ്മൾ കിടക്കുമല്ലോ, നിലത്ത് കിടക്കാൻ പാടില്ല പറയും. പക്ഷെ നമ്മൾ നിലത്ത് കിടക്കും. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ഡേഞ്ചർ അല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ജീവികൾ വന്നാലോ എന്ന്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ തുണി വെച്ചിട്ട് അടച്ചു. പിന്നെ ഇപ്പോൾ കണ്ടോ, ഞാൻ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് തിരികെ വെച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങാൻ പോവാം. പിന്നെ ശരിക്കും ഇതിൻ്റെ അടിയിൽ, ഡോറിൻ്റെ അടിയിൽ ഇടുന്നൊരു സാധനം ഉണ്ട്, ഇനിയിപ്പോൾ അത് മേടിക്കണം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവിടെ ഒരു വാതിൽക്കട്ടിൽ ചെറുത്, ഒരുപാട് ഉയരമില്ലാത്തത് ഒരെണ്ണം വെക്കണം എന്ന് പറയുന്നുണ്ട്. സ്ക്രൂ ചെയ്തിട്ട് അടിക്ക് കയറ്റിയാൽ മതിയെന്ന്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീട് പണിതിട്ടില്ല, പണി നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാതിൽക്കട്ടിൽ വെക്കട്ടോ. കാരണം ആ ഒരു വാതിൽ പടി വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ എന്തെങ്കിലും ജീവികൾക്ക് വരാൻ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും വരൂല എന്നൊക്കെ, പക്ഷെ വരും. നമ്മൾ വാതിലടിച്ചണല്ലോ എന്നൊക്കെയുള്ള ധൈര്യത്തിൽ ഉള്ളിൽ കയറി ഇരിക്കും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവികൾ കയറി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് ഡോർ 2 എണ്ണം വരുന്നുണ്ട്, അതും ഡബിൾ ഡോറാണ്. ഒരെണ്ണം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ലിവിങ് ഏരിയയിലേക്ക്, അതായത് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക്, ഒരെണ്ണം ഫോർമൽ ലിവിങ് ഏരിയയിലേക്ക്, അങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. രണ്ടിനും ഈ പടിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ അടിയിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടും, എന്തെങ്കിലും ഡോർമാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അടക്കുകയാണ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ഒരു അടിയിലിടുന്ന സാധനം വാങ്ങിച്ചിട്ട് ഇടണം. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം, വെറുതെ ആവശ്യമില്ലാണ്ട് വീട്ടിലെ ജനലുകളും വാതിലുകളും ഒന്നും ഞാൻ തുറന്നിടാറില്ല കേട്ടോ. അത് ഏത് ജനലാണെങ്കിലും വാതിലാണെങ്കിലും വെറുതെ ഇങ്ങനെ തുറന്നിടുന്ന സ്വഭാവം എനിക്കില്ല. കാരണം തുറന്നിടുന്ന സമയത്ത് എന്തെങ്കിലും കയറി കൂടിയാലും നമ്മൾ അറിയില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ വാതിലിൻ്റെ അടിയിലേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ജനലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി കൂടി കഴിഞ്ഞാൽ നമ്മൾ അറിയൂല. അതുകൊണ്ട് ഞാൻ എല്ലതും അടച്ചാണ് ഇടുക. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് തുറന്നിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും അടച്ചിട്ടിട്ട് തോന്നിയിട്ടില്ല. ഇൻ കേസ് തുറന്നിടണം എന്നുള്ളവർ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷന് നെറ്റൊക്കെ അടിച്ച് നീറ്റാക്കിയതിന് ശേഷം മാത്രം തുറന്നിടുക. അങ്ങനെ ആകുമ്പം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തെങ്കിലും കയറി കൂടുന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ തുറന്നിടാറില്ല. അതുപോലെ തന്നെ വാതിലും ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പുറത്തുനിന്ന് കാണിച്ചെന്ന ഇലക്ട്രിക് ചിമ്മിനി ഉണ്ടല്ലോ, ആ ചിമ്മിനിയാണ് ഞാൻ പറഞ്ഞ ആ ചിമ്മിനിയാണ് ഇത് നമ്മുടെ സീലിങ്ങിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ സീലിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് പുറത്തേക്ക്. ആ പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് നിങ്ങളെ കാണുന്നത്, ചുമരിനോട് മുട്ടി നിൽക്കുന്നത്. അവിടെ ആ പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് തുറന്നിരിക്കാവും. അപ്പോൾ ചിലരത് അങ്ങനെ തുറന്നിടും. അങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ കയറി കൂടാൻ സാധ്യത ഉണ്ടെന്ന് അവർ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ ബാത്റൂമിൽ വരുന്ന വിൻഡോ ഒക്കെ എന്താ പറയുക, ചിലർ ഗ്ലാസ്സേ ഇട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ തുറന്നിടും. അങ്ങനെ ആകുമ്പോഴും എങ്ങനെയെങ്കിലും ഇങ്ങനെ ജന്തുക്കളൊക്കെ കയറി കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാൻ നമ്മൾ ബാത്റൂമിലേക്ക് വെച്ചിട്ടുള്ളത് ഒന്നും കൂടിയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, ഈ ഫാൻ വർക്ക് ചെയ്യാത്ത സമയത്ത് ബാക്കിലുള്ള ലൂവേഴ്സ് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫാനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി സേഫ് ആയിരിക്കും. അപ്പം എലിയെ പേടിച്ച് ഇല്ലം ചുല്ലുന്നതിന് പകരം ഈ ചെടികളും പച്ചക്കറികളൊക്കെ വളർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം പടച്ചോന്റെ കയ്യിൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.